ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് കാലങ്ങളായി. നേരത്തെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സൗദിയിലെ വിസയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോസ് തുടർച്ചയായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ സമയക്കുറവ് കൊണ്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ വ്യൂവേഴ്സ് കുറവായതുകൊണ്ടും വലിയ താല്പര്യം എടുത്തിട്ട് വീഡിയോ ചെയ്യാറില്ല. എനിവേ, ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി വന്നത് സ്കൂൾ വെക്കേഷനൊക്കെ വരികയാണ്. അപ്പോൾ ഒരുപാട് ഫാമിലികൾ വിസ കയറി വരുന്നുണ്ടാവും. അതിൻ്റെ സ്റ്റാമ്പിങ് പ്രോസസ്സിങ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ VFS വിസയ്ക്ക് വരുന്ന എല്ലാവരും തന്നെ പോയിട്ട് ബയോമെട്രിക് കൊടുത്തിട്ട് അതിനുശേഷം മാത്രമേ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് VFS നമുക്ക് എങ്ങനെ ഓൺലൈൻ വഴി അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. വിസ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ ഓരോ വർഷത്തിലും അതിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ അത്രയും വീഡിയോസ് ചാനലിൽ നിലവിലിട്ടിട്ടുണ്ട്. അതൊക്കെ സൗദി ബേസ്ഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് VFS എങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക. അറിയാത്തവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ തുടർന്ന് വരുന്ന ഭാഗത്ത് ഞാൻ ആ ഒരു കാര്യമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗൂഗിളിൽ നിങ്ങൾ തഷീർ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ vc.tashir എന്നുള്ള വെബ്സൈറ്റ് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇന്ത്യ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ ഒരു പേജിൽ നിന്ന് ഫസ്റ്റ് കാണുന്ന ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഈ മെസ്സേജൊക്കെ ഓക്കെ എന്ന് കൊടുക്കുക. ഇതൊരു നോട്ടിഫിക്കേഷനാണ്. അതായത് UPI പേയ്മെൻറ്റും കാർഡ് ബേസ്ഡ് പേയ്മെൻറ്റൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളൊരു നോട്ടിഫിക്കേഷനാണ് കാണുന്നത്. ആ മെസ്സേജ് ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ കൊടുത്താൽ നമുക്ക് നാഷണാലിറ്റി സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. വിസ കാറ്റഗറിയാണ്, ഏത് ടൈപ്പ് വിസയാണ് നിങ്ങൾ സ്റ്റാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എടുത്തിട്ടുള്ളത് ആ ഒരു വിസ ചൂസ് ചെയ്യുക. ഞാനിവിടെ ഫാമിലി വിസിറ്റ് മൾട്ടിപ്പിൾ 1 ഇയർ എൻട്രി എന്നുള്ളത് കൊടുത്തു. സൗദി മിഷൻ എന്നുള്ളിടത്ത് മൂന്നാമത്തെ കോളത്തിൽ മുംബൈ എന്ന് സെലക്ട് ചെയ്യുക. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് VFS സെൻറ്ററുകളിൽ എന്ന് മുതലാണോ ഡേറ്റ് ഉള്ളത്, എന്ന് മുതലാണ് സ്ലോട്ട് അവൈലബിൾ ആണെന്ന് കാണാം. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാലിക്കറ്റിൽ നോ സ്ലോട്ട് എന്ന് കാണാം. പക്ഷേ കാലിക്കറ്റ് 2 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതായത് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു VFS സെൻറ്ററാണ്. അവിടെ ഇപ്പോൾ ഈ നിലവിൽ ഏത് ഡേറ്റ് മുതലാണ് അവൈലബിൾ എന്ന് കാണാം. അത് നോർമൽ ഡേറ്റ്, മറ്റേ ലോഞ്ചിൽ കുറച്ച് പൈസ ഏറെ കൊടുക്കേണ്ടി വരും. അതിനുശേഷം കൺസെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്താൽ ഇതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാം. അവിടെ താഴെ വന്നിട്ട് ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ ഓപ്ഷനിലാണ്, പക്ഷേ അത് കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ആപ്ലിക്കൻറ്റിൻ്റെ ഏതെങ്കിലും ഒരാളുടെ ആപ്ലിക്കൻറ്റിൻ്റെ പാസ്പോർട്ട് നമ്പറും കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കിൽ വെബ്സൈറ്റ് എറർ ആവുകയോ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ സുഖമാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഏതെങ്കിലും ആപ്ലിക്കൻറ്റിൻ്റെ പാസ്പോർട്ട് നമ്പറും കൊടുത്ത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, ഒരു കോഡ് വരും. ആ കോഡ് ഇവിടെ മാൻഡേറ്ററിയിൽ എൻ്റർ ചെയ്തിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് കൊടുത്തിട്ട് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വിസ ഡീറ്റെയിൽസാണ്. നോർമലി വിസ കാറ്റഗറി അവിടെ വന്നിട്ടുണ്ടാവും നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഇൻഡിവിജ്വലാണോ ഫാമിലി ആണോ എന്നുള്ളത്. ഫാമിലി ആണെങ്കിൽ ഫാമിലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 2 മെമ്പേഴ്സ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് എത്ര മെമ്പേഴ്സിൻ്റെ ആണുള്ള വിസ വെച്ചാൽ അതോടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ ആരാണോ വിസിറ്റിന് ഇൻവൈറ്റ് ചെയ്യുന്നത് അയാളുടെ ഡീറ്റെയിൽസാണ്. ആ വിസിറ്റിന് നമ്മുടെ വിസൻ്റെ നമ്പറും ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് അയാളുടെ ഇക്കാമ നമ്പറും കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ ഓരോ ആപ്ലിക്കൻറ്റിൻ്റെയും ഇതുപോലെ നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഈ സ്റ്റാർ കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. മറ്റൊന്നും നിർബന്ധമില്ല. നാഷണാലിറ്റി, റിലീജിയൻ ഏതാണെന്ന് കൊടുക്കുക. അതുപോലെ ഒക്യുപ്പേഷൻ, ക്വാളിഫിക്കേഷൻ, അങ്ങനെ ഇവിടെ സ്റ്റാർ ചെയ്ത റെഡ് മാർക്ക് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നിർബന്ധമായിട്ടുള്ളത് കോൺടാക്റ്റ് നമ്പറാണ്. അത് 91 കൊടുത്തിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള നമ്പർ കൊടുക്കുക. ഇമെയിൽ കൊടുക്കുക. അതുപോലെ തന്നെ സൗദി മിഷൻ ഓട്ടോമാറ്റിക് നമ്മളെ ചൂസ് ചെയ്തിട്ടുണ്ട്. പോർട്ട് ഓഫ് എൻട്രി എവിടെയാണോ, ഏത് സിറ്റിയിലാണോ എൻട്രി എന്നത് ആ സിറ്റി ഒന്ന് ചൂസ് ചെയ്യുക. ട്രാൻസ്പോർട്ട് മോഡ് എന്നുള്ളത് ഓപ്പൺ എന്ന് കൊടുത്താൽ മതി. ബൈ എയർ എന്ന് കൊടുക്കുക, വേണമെങ്കിൽ ഓപ്പൺ എന്ന് കൊടുത്തിട്ടാൽ മതി. പിന്നെ കാർ നമ്പർ അതൊന്നും കമ്പൽസറി അല്ല. നമ്പർ ഓഫ് എൻട്രീസാണ് അവിടെ നിങ്ങൾ വാലിഡ് ഫോർ
360 ഡേയ്സ്, ഒരു വർഷത്തിൻ്റെ മൾട്ടിപ്പിളാണ് എത്തിച്ചാൽ മൂന്നാമത്തെ ഓപ്ഷൻ വാലിഡ് ഫോർ 365 എന്നുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ അഡ്രസ്സ് ഡീറ്റെയിൽസ്, നാട്ടിലുള്ള അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടെ ഫ്ലാറ്റ് നമ്പർ, ബിൽഡിംഗ് നമ്പർ, സ്ട്രീറ്റ്, ഏരിയ, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡും കൊടുത്തിട്ട് നാട്ടിലെ അഡ്രസ്സ് കൊടുക്കുക. അതിന് താഴെയായിട്ട് പാസ്പോർട്ടിലെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഇവിടെ പാസ്പോർട്ട് നമ്പർ, ആ നമ്പർ തന്നെ ഒന്നും കൂടി റീ എൻട്രി ചെയ്യുക. അവിടെ പാസ്പോർട്ട് ടൈപ്പ് നോർമൽ എന്ന് സെലക്ട് ചെയ്യുക. പ്ലേസ് ഓഫ് ഇഷ്യൂ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത പ്ലേസ് ഏതാണെന്ന് പാസ്പോർട്ട് കാണാൻ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഏത് ഡേറ്റ് ഇഷ്യൂ ചെയ്തത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് ഡേറ്റിൽ എക്സ്പയർ ചെയ്ത് കൊടുക്കുക. പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അപ്ലിക്കൻ്റ് കൊടുക്കുക. അങ്ങനെ എത്ര മെമ്പേഴ്സ് ഉണ്ട് ആ മെമ്പേഴ്സിൻ്റെ ഒക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം ഇതുപോലെ നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആയ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇവിടെ 2 ടൈപ്പ് നിങ്ങൾക്ക് കാണാം, നോർമലും ലോഞ്ചും. അതിൽ തമ്മിൽ ഒരു 4000 രൂപയുടെ വ്യത്യാസം വരും. ലോഞ്ചാണെങ്കിൽ, നോർമലാണെങ്കിൽ അതിൻ്റെ ഫീസ് വർക്ക് ഡീറ്റെയിൽസ് കാണാം. അതിൽ ഇൻഷുർ അല്ലാത്ത ഫീ ഏതൊക്കെ വരുന്നതൊക്കെ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഇവിടെ നെക്സ്റ്റ് അടിച്ചിട്ട് ഏത് ഡേറ്റാണ് അവൈലബിൾ ഉള്ള ഡേറ്റ് നോക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് നോർമൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈം വേണ്ടതെന്ന് നോക്കുക. ആ ടൈം ചൂസ് ചെയ്ത് താഴെ വന്ന് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ കാണുന്നത് ഞാൻ 5 ആളുടെ ആണ് കൊടുത്ത 5 ആളുടെ അവിടെ കൊടുക്കേണ്ട ഫീസാണ്. അതിനുശേഷം ഈ ഒരു അപ്ലിക്കൻ്റ് ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല, പുതുതായിട്ട് ആഡ് ചെയ്തതാണ്. കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതും ഇതുപോലെ സ്റ്റാർ ചെയ്ത റെഡ് മാർക്ക് ചെയ്ത കാര്യങ്ങളാണ് കമ്പൽസറി ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓരോ ആളുകളുടെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ കമ്പൽസറി ആയിട്ട് വേണ്ട ഓരോ ആളുകളുടെയും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും സെക്കൻഡ് പേജും അഡ്രസ്സുള്ള പേജും സെപ്പറേറ്റ് ആയിട്ട് ഒരു PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കുക സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ആരാണോ വിസിറ്റിന് ഇൻവൈറ്റ് ചെയ്യുന്നത് ആ ആളുടെ അതായത് പ്രൂഫ് ഓഫ് ഫാമിലി മെമ്പർഷിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, അഡ്രസ് കോപ്പിയും നിങ്ങൾ PDF ആക്കിയിട്ട് സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വിസൻ്റെ കോപ്പിയും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ പാസ്പോർട്ട് നിങ്ങളോട് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം മിനിമം അതായത് 2 MB കൂടാത്തൊരു ഫയലായിരിക്കണം. അപ്പോൾ നിങ്ങൾ അത്തരം ഫയലാണ് നിങ്ങൾ 2 MB കൂടുതലാണെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതുപോലെ ഓൺലൈൻ സൈറ്റുകളുണ്ട് ഇതുപോലെ കംപ്രസ് ചെയ്യണ. അങ്ങനെ ആ ഒരു വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് 2 MB കൂടുതലാണെങ്കിൽ ഇതുപോലെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ, ഫ്രണ്ട് പേജ്, പാസ്പോർട്ടിൻ്റെ അഡ്രസ് പേജ് ഒക്കെ ഡീറ്റെയിൽസ് ഫോട്ടോ ഒക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ മെമ്പേഴ്സിൻ്റെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് സർവീസാണ്. അത് കൊറിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കൊറിയറിൽ നമുക്ക് പാസ്പോർട്ട് വരാൻ വേണ്ടി SMS സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ SMS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ഒരു 872 രൂപ കൂടി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് ആവശ്യമില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് സ്ലോ ആക്കിയിട്ട് കണ്ടു നോക്കുക. ഞാൻ വീഡിയോ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത് നമുക്ക് ഇമെയിലോട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടും വെക്കാൻ സാധിക്കും. എൻ്റെ ഡീറ്റെയിൽസ് എത്ര പേയ്മെൻറ്റാണെന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ ഈ പേയ്മെൻറ്റിൽ ഇൻഷുർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷുർ പിന്നീട് അവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ടി വരും. നമ്മൾ കൊടുത്ത ഞാനിപ്പോൾ ഒരു 5 ആൾക്ക് കൊടുത്ത 5 ആൾക്ക് 52,000 രൂപയാണെന്ന് പ്ലസ് ഇൻഷുറും വേണ്ടി വരും. ഇനി ഇത് നേരിട്ട് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡോക്യുമെൻറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പാസ്വേഡ് എങ്ങനെയാണെന്ന് ഇവിടെ ഈ റെഡ് കളറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അവിടെ മെൻഷൻ ചെയ്ത് നമ്മൾ കൊടുത്ത ഏതെങ്കിലും ഒരാളുടെ പാസ്പോർട്ട് നമ്പറായിരിക്കും അതിൻ്റെ. അത് ആരുടെ പാസ്പോർട്ട് നമ്പറാണെന്ന് ഇവിടെ ഈ റെഡ് മാർക്കിൽ ലാസ്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് നമ്പറായിരിക്കും അത് ഈ ഒരു പാസ്വേഡ്, ഇത് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് VFS അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. വീഡിയോ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട. ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.
മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.